ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഇരുട്ടത്ത് ഡ്രൈവ് ചെയ്ത് എങ്ങോട്ടാണെന്നല്ലേ? ഇരുട്ടൊന്നും അല്ല കേട്ടോ, വെളുപ്പാൻ രാവിലെയാണ്. ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, തിരൂരിൽ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ രാവിലെ ഒരു 6 മണിയായപ്പോൾ തിരിച്ചതാണ് കേട്ടോ. അപ്പം കുറച്ച് അത്യാവശ്യം നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തിയപ്പോൾ വെട്ടമൊക്കെ വീണു കേട്ടോ. അങ്ങനെ നമ്മൾ കാടാമ്പുഴയാണ് പോയത്. കാടാമ്പുഴ ചെന്നിട്ട് നമുക്ക് കുറച്ച് നേർച്ചയും വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ച ഞാൻ മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുട്ടറക്കലാണ് കേട്ടോ. അപ്പോൾ മുട്ടറക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരും നാളും എന്തിനാണ് മുട്ടറക്കുന്നതെന്ന് പറഞ്ഞിട്ട് തേങ്ങ ഉടയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രസീതൊക്കെ എഴുതിയ ശേഷം തേങ്ങ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് കുറച്ചധികം മുട്ടിറക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും തേങ്ങകൾ വാങ്ങിയിട്ട് ഇങ്ങനെ അത് അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. നമ്മൾ വ്യാഴാഴ്ചയാണ് കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോയത്. അപ്പോൾ വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്കും വലിയ തിരക്കില്ലെന്ന് വിചാരിച്ചിട്ടാണ് ആ ഡേറ്റ് സെലക്ട് ചെയ്തത്. സാധാരണ ചൊവ്വയും വെള്ളിയൊക്കെ ആയിരിക്കും ഭയങ്കര തിരക്ക്. അങ്ങനെ നമ്മൾ രാവിലെ എത്തിയത് കൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കയറി തൊഴാനൊക്കെ പറ്റി കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇതാ ഈ സൈഡിൽ കാണുന്ന അവിടെയൊക്കെ ഭയങ്കര ക്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്ത് എത്തിയ ശേഷം നമുക്ക് മുട്ടിറക്കാനുള്ള തേങ്ങ ഈ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഒന്ന് നനച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുട്ടിറക്കാനുള്ളവർക്ക് ഒരു ക്യൂ ഉണ്ട്. തൊഴാൻ വേണ്ടി മാത്രമുള്ളവർക്കാണെങ്കിൽ അകത്ത് കയറാം കേട്ടോ. അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ അച്ഛനും ക്യൂവിൽ നിന്ന് മുട്ടിറക്കാൻ വേണ്ടിയിട്ട് ഞാനും മാമിയും കുഞ്ഞാവയും കൂടെ തൊഴുത് കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞാവേ ഉള്ളതുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് ഒരുപാട് നേരം നിൽക്കാൻ സമ്മതിക്കില്ല കേട്ടോ. കാരണം കുഞ്ഞുങ്ങൾ 1 2 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അശുദ്ധി ആവുമല്ലോ. അപ്പോൾ പിന്നെയും പുണ്യാഹം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തൊഴിച്ചിട്ട് പുറത്ത് ഇറക്കും. അപ്പോൾ ചിന്തച്ചേട്ടനും മാമനും മുട്ട അറുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിതാ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവർ മുട്ടറത്തു. പിന്നെ മുട്ടറത്തിട്ട് ബാക്കി ഈ ഉടയ്ക്കുന്ന തേങ്ങകളൊക്കെ തിരിച്ചു തന്നുവിടും. അത് നമ്മൾ പുറത്തിറങ്ങിയ ശേഷം ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തട്ടണം. പിന്നെ നമ്മളിതാ പ്രസാദമൊക്കെ വാങ്ങിച്ചു. പിന്നെ ചുറ്റിയെല്ലാം നടന്നു തൊഴുതു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു കടയിൽ കയറി അവിടുന്ന് നല്ല ചൂട് ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ നിന്ന് കഴിച്ച ശേഷം പിന്നെ അവിടെ തൊട്ടടുത്തടുത്ത് കുറേ കളിപ്പാട്ട കടകളും ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കളിപ്പാട്ടമൊക്കെ ദേവൂടിന് വാങ്ങിച്ചിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഈ കാണുന്നത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ, അതായത് വെള്ളിയാഴ്ച. അപ്പോൾ നമ്മൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. മാമനും മാമിയും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ സ്ഥലത്തേക്ക് പോകുന്നത്. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ എവിടെയാണെന്ന്. അതെ, നമ്മുടെ സ്വന്തം ഗുരുവായൂരിലേക്കാണ് കേട്ടോ. അപ്പോൾ മാമനും മാമിയും ആദ്യമായിട്ടാണ് ഗുരുവായൂരിലേക്ക് പോകുന്നത്. ഓരോ തവണ പോകണം എന്നൊക്കെ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് അങ്ങനെ മാറിപ്പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യം നമ്മളിതാ ഗുരുവായൂർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പം അവരെ നമ്മൾ നിർബന്ധിച്ച് വിളിച്ച് വരുത്തി. അങ്ങനെ നമ്മൾ ഒന്നിച്ച് ഗുരുവായൂർ പോയട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്കും മണിയുടെയൊക്കെ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും തന്നെ ദേവൂട്ടെന്താ തൊഴുതുകൊണ്ട് പോവാണേ. അപ്പോൾ ഇപ്പോൾ എവിടെ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് കണ്ടാലും അപ്പോൾ തൊഴും. വർക്കിംഗ് ഡേയും പിന്നെ വെള്ളിയാഴ്ചയും ഒക്കെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അന്ന് തന്നെ സെലക്ട് ചെയ്തത്. പക്ഷേ അന്ന് വൈകുണ്ഠ ഏകാദശി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായ തിരക്ക് അമ്പലത്തിലുണ്ടായിരുന്നു. പക്ഷേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമ്മൾ അല്ലാത്ത സമയത്ത് കണ്ടുവരുന്ന ആ ഒരു തിരക്കില്ലായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നിന്ന് തൊഴാൻ പറ്റി. അപ്പോൾ നമ്മളിതാ അമ്പലത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയ ശേഷം നമ്മുടെ ഫോണും ബാഗും എല്ലാം ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ തൊഴാൻ വേണ്ടി കയറി. നമ്മൾ തൊഴാൻ കയറിയപ്പോഴത്തേക്കും അവിടെ ആനയൂട്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ 3 ആനകൾ അതുപോലെ ഗുരുവായൂരപ്പൻ്റെ തിടമ്പെഴുന്നള്ളിച്ച് ചെണ്ടവാദ്യവും ഒക്കെ ആയിട്ട് ഒരു ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് കാണാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. നമ്മൾ അവിടെ ഒരു 4 മണിയായപ്പോഴത്തേക്കും എത്തി കേട്ടോ. അപ്പോൾ 4:30 ആയപ്പോഴത്തേക്കും നമുക്ക് അകത്ത് കയറാൻ പറ്റി. അകത്ത് കയറിയ സമയത്ത് ഇതുപോലെ ആനയൂട്ട് നടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ നേരം നിന്ന് തൊഴാനൊക്കെ പറ്റി കേട്ടോ. എന്താ പറയുക, ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. ആനയെ ഇത്രയും തൊട്ടടുത്ത് നിന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിലൊക്കെ വരുമ്പോഴത്തേക്കും ആനയെ കണ്ടിട്ടുണ്ട്, എന്നാലും കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൈ അകലത്തിൽ മാത്രം നിന്നുകൊണ്ട് ആനയെ ഇത്രയും ക്ലോസ് ആയിട്ടൊക്കെ കണ്ടു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം അങ്ങനെ നിന്ന് കണ്ടു. ദേവൂട്ടൻ വരാൻ കൂട്ടാക്കിയതേ ഇല്ല. അവ ഇങ്ങനെ ആനയൊക്കെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ അത് മാത്രമല്ല ചെണ്ടമേളം എല്ലാം കൂടെ കേട്ട് അങ്ങനെ നിന്ന് കുറേ നേരം, ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മളവിടെ നിന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങി പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ
അറിയാമല്ലോ, നമ്മൾ കടകളിൽ കയറുന്നതാണല്ലോ അടുത്ത ഒരു വിനോദം എന്ന് പറയുന്നത്. അങ്ങനെ കടയിൽ കയറി കുറച്ച് അലുവകളൊക്കെ വാങ്ങിച്ചു, പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങിച്ചു. പിന്നെ ദേവൂട്ടനൊരു ചെണ്ട വാങ്ങിച്ചു. ചെണ്ട നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് 450 രൂപ പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ പിറകെ നടന്ന് 200 രൂപയ്ക്ക് ആ ചെണ്ട തന്നു. അപ്പോൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് അവിടെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെ ചായ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. അപ്പോൾ ചായയും ഓരോ വടയൊക്കെ കഴിച്ചിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ അടുത്ത യാത്ര തുടർന്നു. അടുത്ത് പോയത് നമ്മൾ മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നിറച്ച് ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ധനുമാസത്തിൽ തിരുവാതിര ആയതുകൊണ്ടായിരിക്കും അവിടെ ഭയങ്കര വിശേഷമായിരുന്നു. അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ നിറച്ചും ലൈറ്റ്സും വിളക്കും ഒക്കെ വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വൈകിട്ട് പോയതേ അതുകൊണ്ട് തന്നെയാണ്. വൈകിട്ട് പോകുമ്പോഴത്തേക്കും ഉള്ളൊരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഗുരുവായൂരും മമ്മിയൂരൊക്കെ വൈകിട്ട് തന്നെ പോകാൻ വേണ്ടി കാരണം. അപ്പോൾ നമ്മുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ സ്റ്റേജിൽ നല്ല അടിപൊളി ഡാൻസ് പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് ഡാൻസ് കാണാം. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഒറിജിനൽ സോങ് മാറ്റിയിട്ട് വേറൊരു സോങ് ആഡ് ചെയ്തത്. അപ്പം നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും മാമിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ഒരു സർപ്രൈസായിട്ട് ഒരു കുട്ടി കേക്ക് അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ദേവൂട്ടനും എല്ലാവരുമായിട്ട് നിന്ന് കേക്ക് കട്ട് ചെയ്തു. അപ്പം മാമി അമ്മുമ്മയായ ശേഷം ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മുമ്മ എന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൈയടിച്ച ശേഷമാണ് ദേവൂട്ടൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തത് കേട്ടോ, കൈയൊക്കെ കൊട്ടി. അപ്പോൾ മാമിയും മാമനെയും കാടാമ്പുഴയും ഗുരുവായൂരും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ തിരിച്ചു പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ശനിയാഴ്ച ആയപ്പോഴത്തേക്കും, ശനിയാഴ്ച ഉച്ചയ്ക്കത്തെ 2:20 ട്രെയിനിലാണ് അവർ പോകുന്നത്. അപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്ന് നിന്നിട്ട് പോകുമ്പോൾ പിന്നെ ആകെ ഒരു ശൂന്യതയാണല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ.